പുരാണത്തിലെ ഒരു കഥാപാത്രമുണ്ട് ശകുനി. ഈ ശകുനിയായി മാറുകയാണോ രാഹുൽ ഗാന്ധി? ഒന്നെങ്കിൽ തമ്മിലടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കുക. അത് തന്നെയാണല്ലോ വിദേശ രാജ്യങ്ങളിലെത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അമേരിക്കയിൽ പോയാലും ബ്രിട്ടനിൽ പോയാലും ഇപ്പോൾ ജർമ്മനിയിൽ പോയാലും സ്വന്തം രാജ്യത്തെ അപമാനിക്കുക. ഇവിടുത്തെ ചിലവെല്ലാം പ്രതിപക്ഷ നേതാവ് ചുമതലയിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റുക, വിദേശത്ത് പോയി ഇന്ത്യ അപമാനിക്കുക. ഇത് തുടർക്കഥയാണല്ലോ. നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതി വരെ സമ്മേളനമുണ്ട്. പ്രധാനപ്പെട്ട പല ബില്ലുകളും ലോക്സഭയിൽ ചർച്ച ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൊഴിലുറപ്പ് മൻരേഗ എന്ന് പറയുന്ന സ്കീമിനെ UPA സർക്കാർ കൊണ്ടുവന്ന സ്കീമിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതി രാംജി ബില്ലെന്നുള്ള രീതിയിൽ വലിയ വ്യവസ്ഥകളോടുകൂടി പുതിയ ബില്ല് അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ആണവരംഗത്ത് സ്വകാര്യ നിക്ഷേപം കൊണ്ട് അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് ആൾറെഡി പാർലമെൻറ്റ് ചർച്ചയിലാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളുടെ ചർച്ച നടക്കുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതെല്ലാം കളഞ്ഞിട്ട് ജർമ്മനിയിൽ പോയിരിക്കുന്നത്. അദ്ദേഹം 2 ദിവസം മുമ്പ് ജർമ്മനിയിൽ ചെന്നിട്ട് അവിടെ ഈ നമ്മുടെ BMW ഷോറൂമിലൂടെയൊക്കെ പോയി എല്ലാം വിസിറ്റ് ചെയ്തിട്ട് അവിടുന്ന് കാറിലും ബൈക്കിലും ഒക്കെ ആയിരുന്ന പടമൊക്കെ എടുത്തതിന് ശേഷം പുള്ളി പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് വളരെ പിന്നിലാണ്. അതായത് ഇന്ത്യയുടെ നിർമ്മാണ മേഖല നിങ്ങളെപ്പോലെയല്ല, നമ്മൾ വളരെ പുറകിലാണ്, ഇഴഞ്ഞഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്നാണ് നമ്മുടെ രാജ്യം നിർമ്മാണ മേഖലയിൽ പുരോഗമിക്കുന്നത് നമുക്കറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം ഇന്നലെ അവിടെ പോയി നടത്തിയത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പ്രതിപക്ഷ നേതാവല്ലേ, സ്വാഭാവികമായിട്ടും അതിന് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും സമയാസമയം. പക്ഷേ അതല്ല, പ്രധാനമായിട്ടും രാജ്യത്തെ അപമാനിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ശകുനി ഇതിനേക്കാൾ അന്തസ്സുള്ളവനായിരുന്നു. കാരണം ശകുനി അധികാരത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞ വേല. രാജ്യവിരോധം ഇല്ലായിരുന്നു. പക്ഷേ ഇയാളതല്ല, ഇയാൾ രാജ്യവിരോധിയും കൂടിയാണ്. അധികാരം മാത്രമല്ല, രാജ്യവിരോധിയാണ്. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മറ്റവർക്ക് കച്ചവടിക്കാനായിട്ട്, അതായത് ഇയാൾ ആഗ്രഹിക്കുന്ന ലോകത്തെ മറ്റ് ശക്തികളുണ്ടല്ലോ, സോറോസ് അടക്കമുള്ളവർക്ക്, അവർക്ക് ഇന്ത്യയെ കച്ചവടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് നമ്മുടെ ചാണക്യൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചാണക്യ സൂത്രത്തിൽ, അതായത് വിദേശ വനിതയിലുണ്ടാകുന്ന സന്താനത്തിന് ഒരിക്കലും രാജ്യസ്നേഹം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം നൂറ്റാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ നമ്മളിതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും രാജ്യത്തിന് അനുകൂലമായ ഒരു പ്രസ്താവന ഉണ്ടാവില്ല. ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ മാനുഫാക്ചറിങ് മേഖല പുറകിലാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അതിനിടയിൽ ഈ BJP പലരും വിമർശിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം നിരന്തരം വിദേശയാത്രകൾ നടത്തുന്നു. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം വേണമല്ലോ. ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ വിദേശയാത്ര നടത്തുന്നു, ആരെ കാണുന്നു, എന്തിനു വേണ്ടി കാണുന്നു എന്ന രീതിയിൽ കൃത്യമായ അന്വേഷണം. ഇത് BJP എപ്പോഴും തമാശ രൂപേണ അദ്ദേഹം പട്ടായയിൽ പോകുന്നു, അങ്ങനെയുള്ള ചില തമാശ രൂപേണയുള്ള വിമർശനങ്ങൾ ചുരുക്കുന്നത് തെറ്റായ രീതിയല്ലേ? ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണ്ടേ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും. അല്ലാതെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് ആ കണ്ണുവെട്ടി ചിന്തത്തിന് എവിടെയും പോകാൻ കഴിയില്ല. പക്ഷേ ഒരാൾ ഒരു വിദേശയാത്ര ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്തിനു പോയി നിങ്ങളെ ചോദ്യമൊക്കെ ഗവൺമെൻറ് പിന്നെ ചോദിക്കുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. അത് പ്രതിപക്ഷ നേതാവും കൂടിയാണ്. അവർക്കിത് രാഷ്ട്രീയ കോലാലാക്കി മാറ്റാൻ അത് ധാരാളമാണ്. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തെളിവ് കിട്ടാതെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് നേരിട്ടിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മറ്റൊന്ന്, ഇവർക്ക് വേറൊരു സംവിധാനമുണ്ട് ഈ കോൺഗ്രസ്സിന്. അതായത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ഒരു കോൺഗ്രസ് സംഘടനയുണ്ട്. അതിൻ്റെ നേതാവാണ് സാം പിത്രോദ. ഇയാളെ ഈ രാഹുൽ ഗാന്ധിയെ എല്ലാ വിദേശ രാജ്യങ്ങളിലും കൊണ്ടുപോയി അവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊണ്ട് സംസാരിപ്പിക്കുന്ന എല്ലാം ഈ സാം പിത്രോദയാണ്. പുള്ളിയാണ് അതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഇന്നലെ ജർമ്മനിയിലും ഈ സാം പിത്രോദ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഓവർസീസ് കോൺഗ്രസ് ആണ് എൻ്റെ പേര്, ആ സംഘടനയുടെ. അപ്പോൾ ഈ ഓവർസീസ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ അവർ പരിപാടിക്ക് വിളിച്ചിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടൊരു ഇൻവിറ്റേഷൻ ഉണ്ടാവും. ആ ഇൻവിറ്റേഷൻ്റെ ബേസിലാണ് സംഭവം വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത്. ഈ പോയി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതല്ല ഇവിടെ പ്രധാനം. ഒരു പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ചും രാജ്യത്തെ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജ്യത്തെ നിർമ്മാണ മേഖലയെക്കുറിച്ചോ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം പാർലമെൻറ്റിൽ വേണം പറയാൻ. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നിങ്ങൾ രാജ്യത്തോട് പറയൂ. അതിനാണല്ലോ പാർലമെൻറ്റ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്താണ് വിമർശനം ഉന്നയിക്കാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ പറയാം, വിശദീകരണം ആവശ്യപ്പെടാം, എന്തും ചെയ്യാം. അതാണ് ജനാധിപത്യ രീതിയിലുള്ള രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ പാർലമെൻറ്റിൽ അദ്ദേഹം എന്താണ് ഈ വോട്ട് ചോരി എന്നല്ല വേറെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന് വേണ്ടി ഒരു കാര്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. രാജ്യം വികസിക്കണം എന്നുള്ള അർത്ഥത്തിൽ ക്രിയാത്മകമായി ഇതുവരെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് ഇടപെട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ കുറ്റപ്പെടുത്തുക, അത് അദ്ദേഹത്തിൻ്റെ മറ്റേ ബോസന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണോ ഫണ്ടിങ് വരുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വേലകളൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വിദേശ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ട് വരും. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടും. ഇത് ഇത്രയോ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തേക്ക് വരേണ്ട വിദേശ നിക്ഷേപം സ്വാഭാവികമായിട്ട് അതിന് ഒരു പരിധിവരെയൊക്കെ ഇത് ബാധിച്ചു വന്നിരിക്കും. കാരണം ആളുകൾ പെട്ടെന്ന് ചിന്തിമായ പ്രതിപക്ഷ നേതാവാണല്ലോ പറയുന്നത്. ലോകത്തെ ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇതുവരെ രാജ്യത്തെ മോശമാക്കി ചിത്രീകരിക്കില്ല. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും, ഒരിടത്തുണ്ടാവില്ല. ഇവൻ പാകിസ്ഥാനിൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ഗതിയില്ലാത്ത പരഗതിയില്ലാത്ത രാജ്യം പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവ് പോലും വെളിയിൽ പോയി അവരുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. അങ്ങനെ ഒരേ ഒരാളുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമാണ്. അപ്പോൾ ഇയാളൊരു രാജ്യവിരോധിയാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ രാജ്യവിരോധിയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യക്കകത്ത് ജനങ്ങളോട് പറയാതെ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പറയാതെ എന്ത് ചെയ്യുന്നു? വിദേശങ്ങളിൽ പോകുന്നു. ഇവിടെ അദ്ദേഹം ചെയ്യുന്ന നയം എന്ന് പറയുന്നത് ഇവിടെ വോട്ട് ചോരിയെന്ന് ജനങ്ങളോട് പറയും. ഇവിടെ വോട്ട് ചോരിയാണ്, നിങ്ങളെ വോട്ട് മോഷ്ടിച്ചിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ നിരന്തരമായി വരുന്നതെന്ന് പറയുന്നു. അതേസമയം വിദേശങ്ങളിൽ പോയി പറയുന്നു ഇവിടുത്തെ സാമ്പത്തിക രംഗം മോശമായിരുന്നു. കുറച്ച് 3-4 മാസം ഓർമ്മയുണ്ടല്ലോ, ട്രംപ് പറഞ്ഞ ഡെഡ് എക്കണോമി ഏറ്റു പറഞ്ഞ മോനാണിത്. ട്രംപ് പറഞ്ഞാണ് ശരിയെന്ന്. 8.2% കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വരുന്ന സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഹരി രംഗമൊക്കെ തിളക്കമാർന്ന ഉയരങ്ങളിലേക്കാണ്. അപ്പോൾ ഇതൊന്നും കാണാതെ ഇവിടെ ഒരു ഡെഡ് എക്കോണമിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അതും ഒരു രാജ്യവിരോധ പ്രസ്താവനയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ മാനുഫാക്ചറിംഗ് മേഖലയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് കണക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ 2-3 പദ്ധതികൾ, മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, അതുപോലെ തന്നെ PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന പേരിൽ PLI, ഇങ്ങനെ ചില സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിർമ്മാണ മേഖല വൻ വളർച്ചയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇന്ത്യയുടെ നേട്ടം വളരെ അഭൂതപൂർവ്വമാണ്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഇത് ലോകത്തിലെ 2ാം സ്ഥാനമാണ് നമുക്ക്. ഏറ്റവും കൂടുതൽ ഫോണുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറി 2014 എന്നുള്ള വ്യത്യാസങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഗുഡ്സുകൾ, ഈ മൊബൈൽ ഫോൺ അല്ലാതെയുള്ള ഇലക്ട്രോണിക് ഗുഡ്സുകൾ, അതിലെല്ലാം 400-500% വർധനയാണ് നമ്മുടെ എക്സ്പോർട്ടിൽ അതുപോലെ പ്രൊഡക്ഷനിലും ഉണ്ടായിട്ടുള്ളത്. ഇത് വാഹനങ്ങളിലുണ്ട്. ഇപ്പോൾ ഈ 2 വീലർ അതുപോലെ തന്നെ 4 വീലർ രംഗത്തൊക്കെ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവ്വമാണ്. 20%-30%ഒക്കെയാണ് വളർച്ച. കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നു. ഇദ്ദേഹം ഈ പോയ BMW ഷോറൂം ഉണ്ടല്ലോ, ചെന്നൈയിലുണ്ടൊരു ഷോറൂം. ഇദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ സമയത്താണ് ചെന്നൈയിൽ അവർ അവരുടെ ഒരു നിർമ്മാണ യൂണിറ്റ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുന്നത്. അവിടുന്ന് കാറുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ടെസ്ല ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുകയാണ്. ഈ അടുത്ത കാലത്ത് ഗൂഗിൾ വന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തി. അപ്പോൾ വിദേശ നിക്ഷേപകർ ഇന്ത്യയെ ഇപ്പോൾ എന്താണ് സേഫായിട്ട് കാണുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റഡി ഗവൺമെൻറ്. എപ്പോഴും കാശുള്ളവർ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് ഭരണം സുസ്ഥിരമായുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവർ പൈസ നിക്ഷേപിക്കുകയുള്ളൂ, അല്ലാതെ പൈസ നിക്ഷേപിക്കില്ല. അപ്പോൾ ഇപ്പോൾ ആഗോളതലത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ മനസ്സിലായി ഇന്ത്യയിൽ സുസ്ഥിരമായ ഭരണമാണ്, അതിനുള്ള അനുകൂലമായ സാഹചര്യം സാമൂഹികരുണ്ട്, ലേബേഴ്സിന് ഇഷ്ടംപോലെ കിട്ടും, അതുപോലെ തന്നെ പ്രതിഫലം കുറവാണ്, ചീപ്പ് ലേബറാണ് നമുക്കിവിടെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, യുവാക്കൾ ഇഷ്ടംപോലെ ഭാരതത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളാണ് ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ വിദേശ നിക്ഷേപം ഉയർന്നു വരുന്നത്. പുതിയ പുതിയ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം വരുന്നതിൻ്റെ കാരണവും ഈ നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള വളരുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇതൊന്നും കാണാതെയാണ് ഈ മനുഷ്യൻ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ നിരന്തരം അവമാനിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി പറയാം. ഇന്നലെ മഹാരാഷ്ട്രയുടെ പഴയ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ ഇന്നലെ മെനയാന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണ് പുള്ളി പറഞ്ഞത്. എത്ര വിവരമുണ്ടെന്നുള്ളതാണ് ഇവർക്കൊക്കെ. അതായത് ഇന്ത്യയുടെ ഒരു വിമാനത്തെ പോലും പറക്കാൻ പാകിസ്ഥാൻ അനുവദിച്ചില്ല, എല്ലാത്തിനും വെടിവെച്ചിട്ടു എന്നാണ് ഈ പൊട്ടാൻ പറയുന്നത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, കോൺഗ്രസ് നേതാവാണ്. ഇന്നലെ അതിൻ്റെ വിമർശനം വന്നപ്പോഴത്തേക്ക് പുള്ളി പറയാണ് ഞാൻ മാപ്പൊന്നും പറയില്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഉടൻ ഇതിനെ ന്യായീകരിക്കാനായിട്ട് നേതാക്കൾ പറയണം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന്. എത്ര വിവരദോഷികളാണെന്നുള്ളതാണിത്. ഇവൻ പാകിസ്ഥാൻ പോലും സമ്മതിച്ചു ഞങ്ങൾക്ക് അബദ്ധം പറ്റി, 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ആഗോളതലത്തിൽ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ട, എന്നിട്ടും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് നേരം വെളുത്തില്ല എന്നുള്ളതാണ്. എത്ര കണ്ടിട്ട് അവർ പഠിക്കില്ല. അപ്പോൾ ഇവരുടെ DNA-യിലുള്ളതെന്ന് പറയുന്നത് ഇന്ത്യ വിരോധമാണ്. ആ ഇന്ത്യ വിരോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പുളിപ്പുണ്ടല്ലോ, അധികാരം കിട്ടാത്തതിൻ്റെ. എങ്ങനെയെങ്കിലുമൊക്കെ അപമാനിച്ച് അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇവർ പൊക്കോണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായി അറിയാമല്ലേ? ജനങ്ങൾ
അവരുടെ ഭരണകാലത്ത് തെരുവുകളിൽ ബോംബ് പൊട്ടി ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവർ മൗനം പാലിച്ചിരുന്നു. അതെ അതെ അതെ. അല്ല, ജനം തിരിച്ചറിയുന്നതുകൊണ്ടാണല്ലോ മൂന്നാമത് നരേന്ദ്രമോദി അവർ വിജയിപ്പിക്കുന്നത്. നാലാമത് നരേന്ദ്രമോദി തന്നെ വിജയിപ്പിക്കും. ഈ പോക്കാണ് കോൺഗ്രസ് ഇങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ, രാജ്യത്തിനെതിരെ രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും കോൺഗ്രസ് പൊരുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇനിയും തകർച്ച തന്നെയാണ്. കഴിഞ്ഞ തവണ കിട്ടിയേക്കാളും അല്ല, പക്ഷെ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അത് ഭയപ്പെടുത്തുന്ന കാര്യമാണല്ലോ. ഈ വോട്ട് ചോരി അത്ര ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചൊരു വലിയ കലാപമാണോ ഇദ്ദേഹം ലക്ഷ്യം? ഒരിക്കലുമില്ല. ഈ കോൺഗ്രസിന് ഇന്ത്യയിൽ നിന്നും കലാപം ഉണ്ടാകാൻ കഴിയില്ല. ഇവർ ജെൻസി മറ്റേ പ്രശ്നം ഉണ്ടായ സമയത്ത് പിന്നെ ഇദ്ദേഹം ആഹ്വാനം ചെയ്തല്ലോ ജെൻസികളെല്ലാം തെരുവിലിറങ്ങണമെന്ന്. ആരിറങ്ങി? ഇയാൾക്ക് പുല്ലുവിലയാണ് കൊടുക്കുന്നത് ഇന്ത്യയിലെ യുവത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ യുവാക്കൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ആഗ്രഹിക്കുന്നവരാണ്. വളർച്ച വേണം, വികസനം വേണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളാണ് ഇന്ത്യയിലുള്ളത്. അവർക്കൊന്നും ഈ പൊട്ടൻ്റെ അഭിപ്രായം കേട്ട് നിൽക്കാനുള്ള നേരമൊന്നും അവർക്കില്ല. അവർ ഈ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക, സ്വയം എന്ത് ചെയ്യുക, നന്നാവുക എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ യുവാക്കളെ ഈ പ്രലോഭനത്തിൽ വരുത്തി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ് വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം ജനതയ്ക്ക് മനസ്സിലായി. കാരണം എന്താണ്, രാജ്യം വളരുകയാണ്. രാജ്യം വളർന്നാലേ നമുക്കും നമ്മുടെ കുടുംബത്തിനും അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. തൊഴിൽ വേണം, നമുക്ക് കാശ് വേണം, പിന്നെ അതുപോലെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ യുവസമൂഹത്തെ, കേരളം ഒഴികെയുള്ള മറ്റ് യുവസമൂഹത്തെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായി ഈ BJP വിജയിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഇപ്പോഴും പഴയ തരത്തിലുള്ള ഈ അടിയാള ജമ്മി തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇപ്പോഴും കളിക്കുന്നത്. ഈ രാഷ്ട്രീയം വിട്ട് വികസനത്തിലൂന്നിയുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വരാതെ ഒരു കാരണവശാലും ഇനി ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.